പലപ്പോഴും പാവപ്പെട്ടവരെ സഹായിക്കാൻ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് ധനസഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാഷ്ട്രീയവും മന്ത്രിപ്പണിയും ഒക്കെ ആയപ്പോൾ അദ്ദേഹം വേറൊരു ട്രാക്കിലേക്ക് മാറിയെങ്കിലും ചില സമയങ്ങളിൽ ചില കൃത്യമായ ഇടപെടലുകൾ അദ്ദേഹം നടത്താറുണ്ട്. പലപ്പോഴും വിവാദം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ പറയുമെങ്കിലും ചില വസ്തുനിഷ്ഠമായ നിരീക്ഷണങ്ങളും അദ്ദേഹം നടത്താറുണ്ട്. മുത്തശ്ശിയുടെ തണലിൽ വളരുന്ന 3 കുഞ്ഞുങ്ങളുടെ ജീവിതയാത്ര ഏറ്റെടുക്കാൻ കലൂർ ശ്രീരാമകൃഷ്ണ സേവാശ്രമം മുന്നോട്ട് വന്നപ്പോൾ അതിന് പിന്തുണയുമായിട്ടാണ് ഇത്തവണ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയത്. എറണാകുളം കത്തർകടവ് ജംഗ്ഷനിൽ റോഡിന്റെ അരികിൽ ചെറിയൊരു പച്ചക്കറി കട നടത്തുന്ന രാജേശ്വരിയുടെ സംരക്ഷണയിലാണ് ഈ 3 കുഞ്ഞുങ്ങളും ഇപ്പോൾ വളരുന്നത്. അമ്മ ഉപേക്ഷിച്ച് പോയതോടെയാണ് കുഞ്ഞുങ്ങൾ മുത്തശ്ശിയുടെ തണലിലായത്. ഒരു ഉന്തുവണ്ടിയുടെ ചുറ്റും ചാക്കൊക്കെ വെച്ച് കെട്ടിയ ചെറിയൊരു കടയിലാണ് രാജേശ്വരി അവരുടെ പച്ചക്കറി വിൽപ്പന നടത്തുന്നത്. സ്കൂൾ വിട്ടു വന്നാൽ കുട്ടികൾ കടയുടെ അരികിൽ വിരിച്ച ഷീറ്റിലിരുന്നാണ് പഠിക്കുന്നതൊക്കെ. അതിനിടെ മഴ വന്നാൽ എല്ലാവരും കൂടി ചോർച്ചയുള്ള ആ കൊച്ചു കടയിലേക്ക് കയറി നിൽക്കും. രാത്രി വൈകി മുത്തശ്ശിയും മക്കളും കൂടി തമ്മനത്തുള്ള ചെറിയ വാടക വീട്ടിലേക്ക് പോകും. പഠനത്തിലും ചിത്രരചനയിലും മികവ് പുലർത്തുന്ന ഈ കുഞ്ഞുങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ കലൂർ ശ്രീരാമകൃഷ്ണ സേവാശ്രമം കുട്ടികളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. സേവാശ്രമത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റി CS മുരളീധരൻ, ട്രസ്റ്റിമാരായ P കുട്ടികൃഷ്ണൻ, CG രാജഗോപാൽ എന്നിവരിൽ നിന്നും വിവരമറിഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുട്ടികളെയും കുടുംബത്തെയും സന്ദർശിച്ച് ആവശ്യമായ സഹായങ്ങളും മാനസിക പിന്തുണയും ഉറപ്പു നൽകുകയായിരുന്നു. എന്താണ് മോന്റെ പേര് എന്ന് 4 വയസ്സുകാരനായ മണികണ്ഠന്റെ കവിളിൽ തലോടി കേന്ദ്രമന്ത്രി ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് അദ്ദേഹം ആരാണെന്നും മനസ്സിലായിരുന്നില്ല. അദ്ദേഹം കൊടുത്ത മിഠായിയും ബിസ്ക്കറ്റുമൊക്കെ കഴിക്കുമ്പോൾ കൗതുകത്തോടെ തന്നെയാണ് മണികണ്ഠന്റെ 4ാം ക്ലാസ്സുകാരനായ ചേട്ടൻ ആനന്ദും 1ാം ക്ലാസ്സുകാരിയായ അളകനന്ദയും അദ്ദേഹത്തെ നോക്കി നിന്നത്. നിറഞ്ഞ മിഴികളോടെ കൈകൂപ്പിക്കൊണ്ട് രാജേശ്വരി പറഞ്ഞത്, സാറേ, അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ കുഞ്ഞുങ്ങൾക്ക് അന്തി ഉറങ്ങാൻ ഒരു വീട് വേണം. ഇവരെ പഠിപ്പിക്കാൻ എനിക്കൊരു മാർഗം വേണം. അത് കേട്ടതോടെ രാജേശ്വരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞു, എല്ലാം നമുക്ക് ശരിയാക്കാം. ഈ കുഞ്ഞുങ്ങൾക്കൊപ്പം ഒരുപാട് സുമനസ്സുകളുണ്ട് എന്നാണ്. നന്നായി പഠിക്കണം, ഉയരങ്ങൾ കീഴടക്കണം എന്ന് ആനന്ദിനെയും അളകനന്ദയെയും മണികണ്ഠനെയും ചേർത്ത് നിർത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്നേഹത്തോടെ ഉപദേശവും നൽകി. ആവശ്യമായ സഹായങ്ങളും മാനസിക പിന്തുണയും കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തു. മുത്തശ്ശിയോടും കുട്ടികളോടും ഏറെ നേരം സൗഹൃദ സംഭാഷണം നടത്തിയ ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത്. അതേപോലെ സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്രാ പദ്ധതി വിജയമാക്കാൻ സാമ്പത്തിക ശേഷിയുള്ള സ്ത്രീകൾ ആ ആനുകൂല്യം സ്വമേധയാ വേണ്ടെന്ന് വെക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ള സ്ത്രീകൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ തയ്യാറാകണമെന്നും അർഹരായവർക്ക് മാത്രം ഈ ആനുകൂല്യം ലഭ്യമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരമൊരു വിട്ടുകൊടുക്കൽ മനോഭാവം ഉണ്ടാകുമ്പോഴാണ് പദ്ധതി അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ വിജയിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് സമ്പാദ്യമുണ്ട്, അതുകൊണ്ട് മറ്റൊരു നിർധനയായ സ്ത്രീയുടെ അവകാശം ഞാൻ പിടിച്ച് പറിക്കില്ല എന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാമ്പത്തിക ഭദ്രതയുള്ള സ്ത്രീ യാത്രക്കാർ തീരുമാനിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു. അത്തരമൊരു മാറ്റം സർക്കാരിനും ഈ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CP ജോണിനെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധരും മുഖ്യമന്ത്രിയും ചേർന്ന് ഇതിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറയുന്നു. സൗജന്യ യാത്രക്കെതിരെ പ്രതിഷേധവുമായി മഹിളാ മോർച്ചയൊക്കെ രംഗത്തിറങ്ങുമ്പോൾ തന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയുകയാണ് സുരേഷ് ഗോപി. സംസ്ഥാനത്തിന്റെ നന്മക്കായി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നുകൂടെ അദ്ദേഹം പറയുമ്പോൾ അതിന് പിന്തുണ നൽകുകയാണ് എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യേണ്ടത്. ചില സമയങ്ങളിൽ സുരേഷ് ഗോപി ഇങ്ങനെയാണ്, ഫുൾ പോസിറ്റീവായിരിക്കും.